കടയിലെ ലാൻഡ് ഫോണിൽ വിളിച്ച് ചീത്ത പറയണ്. അങ്ങനെ കടയിൽ ചെന്നുള്ള ഭീഷണി. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് പോകണില്ല അവൾ കടയിൽ. ഇവർ തമ്മിലുള്ള അടുപ്പം ഇപ്പം എന്തോ പ്രശ്നങ്ങളായി. അവന് പണം കൊടുത്തുകൊണ്ടിരിക്കണം. ഇവർ ഈ കൊറോണ സമയത്തുള്ള സമയത്ത് തുടങ്ങിയ ബന്ധമാണ്. ഇവിടുത്തെ ഇപ്പം അവന് നിയമത്തുള്ള ഒരു സ്ത്രീയായിട്ട് ഒരു ബന്ധമുണ്ട്. അപ്പോൾ അവൾക്ക് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ അടുത്ത് പൈസ കേൾക്കുന്നുണ്ട്. ഇവൻ കുറേ അവളെ അഴുക്ക പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവർ തമ്മിൽ അടുപ്പമായിരുന്നു. ഉള്ള തുറന്ന് പറയാൻ ആ ഫോട്ടോ വെച്ചാണ് ഞാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുവനന്തപുരത്തുള്ള കൈമനത്ത് ഈ സ്ഥലത്ത് ഷീജ എന്ന 50 വയസ്സുകാരിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തെ തുടർന്ന് നാട്ടുകാരെല്ലാം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഈ ഒരു സജികുമാർ എന്ന ആളുമായി ഷീജ ബന്ധത്തിലായിരുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ സജികുമാറും ഷീജയും തമ്മിൽ എന്തായിരുന്നു ബന്ധം എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഷീജയുടെ ബന്ധു ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. എന്തായിരുന്നു ഈ സജികുമാറും ഷീജയും തമ്മിലുള്ള സൗഹൃദത്തിനുള്ള കാരണം എന്താണ്? ഇവർ എപ്പോഴാണ് ഇത്തരത്തിൽ സൗഹൃദത്തിൽ ഏർപ്പെട്ട് തുടങ്ങിയത്? എന്തായിരുന്നു ഇവരുടെ ഇടയിലുള്ള പ്രശ്നം എന്നെല്ലാം തന്നെ അവർ തന്നെ നമ്മളോട് വിശദീകരിക്കുകയാണ്. വീടിൻ്റെ അടുത്ത് കടയുടെ അടുത്ത് ഉള്ളൂരൊരു കടയിലാണ് നിൽക്കുന്നത്. കടയിൽ രമ ടെക്സ്റ്റൈൽസ് അവിടെയാണ് നിൽക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് അവൾ നിൽക്കുന്നത്. ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് കടയിൽ കയറുന്നില്ല. ഇപ്പം കടയിലെ ലാൻഡ് ഫോണിൽ വിളിച്ച് ചീത്ത പറയണ്. അങ്ങനെ കടയിൽ ചെന്നുള്ള ഭീഷണി. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് പോകണില്ല അവൾ കടയിൽ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഉള്ളൂർ രമ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. വർഷങ്ങൾ കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നതാണ്. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം? എന്താണ് ഇവർ തമ്മിലുള്ള അടുപ്പം ഇപ്പം എന്തോ പ്രശ്നങ്ങളായി. അവന് പണം കൊടുത്തുകൊണ്ടിരിക്കണം. അവൾക്ക് പണം കൊടുക്കണം. അവൻ വിളിക്കുന്ന സമയത്ത് ചെല്ലണം. അങ്ങനെയൊക്കെ പല അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങി. ഇവർ ഈ കൊറോണ സമയത്ത് തുടങ്ങിയ ബന്ധമാണ്. നിയമപരമായിട്ടൊന്നും ഒരു ബന്ധമൊന്നുമില്ല. ഇവള് കൈമനത്തിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ചാണ് കൊറോണ സമയത്ത് വീട്ടിൽ വന്നുകൊണ്ട് അപ്പോഴും തുടങ്ങിയ ആട്ടോയിൽ കയറിയുള്ള പരിചയമാണ്. ആ കൊറോണ സമയത്ത് ഓട്ടോ പിടിച്ചാണ് വരുന്നത്. പിന്നെ അവർ തമ്മിൽ അടുപ്പോയി. അപ്പോൾ ഇവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞ്, ഇവൻ്റെ സ്വന്തം ചേട്ടൻ വരെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഇവനെ പറഞ്ഞ് വിലക്കാൻ, നിൻ്റെ ചേച്ചിയെ പറഞ്ഞ് വിലക്കാൻ. അപ്പോഴും നമ്മൾ കേട്ടില്ല. അപ്പോൾ അവർ തമ്മിൽ അടുപ്പത്തിൻ്റെ ചോദിച്ചു. പക്ഷെ പിന്നെ പ്രശ്നങ്ങളൊക്കെ വഷളായി. ഇവൻ വീട്ടിൽ വരാൻ തുടങ്ങി. ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ച് ഞാൻ കടയിൽ പോകണില്ല, ഇങ്ങനെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്, ഇവ ഇങ്ങനെ കടയിൽ വന്ന് ഭീഷണിയാണ്, കടയിലെ ലാൻഡ് ഫോണിലൊക്കെ വിളിച്ച് പറയാണ്, അതുകൊണ്ട് പോകണില്ല എന്ന് പറഞ്ഞു. ഫോണിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ കടയിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്താൻ ഇപ്പം അവന് നിയമത്തുള്ള ഒരു സ്ത്രീയായിട്ട് ഒരു ബന്ധമുണ്ട്. അപ്പോൾ അവൾക്ക് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ അടുത്ത് പൈസ കേൾക്കുന്നുണ്ട്. ആ പൈസയുടെ പ്രശ്നം വെച്ച് പണം വാങ്ങാറുണ്ട്. പൈസ വാങ്ങണ്ട. അവൾക്ക് കിട്ടുന്ന പൈസ അത്രയും അവൻ തന്നെ അവൾ കടം വാങ്ങിച്ചു എല്ലാം അവന് കൊടുത്തുകൊണ്ട്. പിന്നെ പറയണത് ഇന്നലെ ലാസ്റ്റ് അവൾ വിളിച്ച് പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കുറേ അവളെ അഴുക്ക പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവർ തമ്മിൽ അടുപ്പമായിരുന്നു. ഉള്ള തുറന്ന് പറയാൻ ആ ഫോട്ടോ വെച്ചാണ് ഞാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവളെ ചെന്നില്ല എങ്കിൽ പറയും ഈ ഫോട്ടോ എല്ലാവരും കാണിക്കുമെന്ന് പറയും. അങ്ങനെ ഭീഷണിയാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ പറഞ്ഞെന്ന് അവൻ്റെ ഫോണിൽ കിടന്ന ഫോട്ടോ ഡിലീറ്റ് ആയിപ്പോയി. അവൻ കൈമന സ്റ്റാൻഡിലാണ് ഓട്ടോ ഓട്ടിക്കണത്. ആ സ്റ്റാൻഡിൽ എല്ലാ ഓട്ടോറിക്ഷക്കാരൊക്കെ എൻ്റെ നമ്പർ ഇവളെ ഫോട്ടോ ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഒരു കാര്യം, നീ അവിടെ പരിചയമുള്ള ആരെങ്കിലും വിളിച്ച് നീ ആ ആട്ടോക്കാരന്മാരെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുമ്പോഴത്തേക്ക് അവർ നോക്കിക്കോളും, നമുക്ക് ആട്ടോക്കാരന്മാരടുത്തൊന്നും ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി ഇരുത്തിയിരുന്നതാണ്. ഇത്രയും തന്നെ സംസാരിച്ചത്. പിന്നീട് ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല, കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. അവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല, അമ്മ കൊട്ടാരക്കരയാണ്. ചേച്ചി അവിടെ ഞാനും എൻ്റെ ഭർത്താവ് മാത്രമാണ്. ഇവിടെ അവൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഇല്ല മെനഞ്ഞാന്നൊക്കെ ഈ ഹോസ്റ്റലിൽ തന്നെ ഇരുന്നു. അവിടെ തന്നെ ഇരുന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനി വേറെ എവിടെ നമുക്ക് അറിഞ്ഞൂടാ, ഹോസ്റ്റലിനകത്താണ് ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മളെ സ്വന്തം വീട്. ചേച്ചിക്ക് ഉണ്ട്. അതെല്ലാം കൂടെ 2 വീടാണ് ഇരുന്നത്. അത്ര കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് എൻ്റെ സഹോദരനാണ് പറഞ്ഞത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അവരുടെ അടുത്ത് ആരോ വിളിച്ച് പറഞ്ഞ് അവർ വന്നു. വൈകിട്ട്
എന്നെ അറിയിച്ചത് എൻ്റെ സഹോദരൻ ഷാജി, സുരേഷ്, അവരൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നലെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുള്ളതായി വിളിച്ച് പറഞ്ഞിരുന്നു? കൂടുതൽ പ്രശ്നം വെച്ചാൽ ഇവൻ 2 ദിവസം കൊണ്ട് നിരന്തരം കടയിൽ ജോലിയൊക്കെ സമ്മതിക്കണമെന്നില്ല. കടയിൽ ചെന്ന് ഭീഷണിയാണ്, കടയിൽ ലാൻഡ് ഫോണിൽ. അപ്പം കടയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്നാണ് പറഞ്ഞത്. എന്തായാലും ഷീജയുടെ സഹോദരി നമ്മളോട് പറഞ്ഞു വെച്ചത് നോക്കുമ്പോൾ ഈ സജികുമാറും ഷീജയും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇവർ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ ഇവർ സൗഹൃദത്തിലേർപ്പെട്ട സമയത്ത് ചില ചിത്രങ്ങൾ, ഷീജയുടെ ചിത്രങ്ങൾ എടുത്തിരുന്നു. ഈ ചിത്രങ്ങൾ ഈ ഒരു ഓട്ടോ തൊഴിലാളിയായ സജികുമാർ ഈ ഡ്രൈവർമാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും പ്രചരിപ്പിക്കും എന്ന് ഷീജയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ ഷീജയുടെ സഹോദരി നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.